വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചില്ലി പോർക്കാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ 1/2 കിലോ പോർക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ പോർക്ക് എപ്പോഴും നമ്മൾ കുറച്ച് വേവിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ വേവിച്ച പോർക്ക് കഷ്ണങ്ങൾ നമുക്ക് നീളത്തിൽ ചെറുതായി മുറിച്ചെടുക്കാം. നമ്മൾ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് മസാലകളെല്ലാം നന്നായിട്ട് കഷ്ണത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇതൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ, കാശ്മീരി മുളകില്ല എങ്കിൽ നല്ല മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ഒരു മുട്ടയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഈ മസാല പിടിക്കണം. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ പോർക്കിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ആവണ്ട, മീഡിയം ഫ്രൈ മതി. ഇടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആവാൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ആയോ എന്ന് നോക്കാമല്ലോ. ഏകദേശം ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. ഇനി ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: സവാള ഞാൻ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. തക്കാളി ഞാനിവിടെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം ക്യൂബായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസുകൾ ആവശ്യമാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി, ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോർക്ക് വറുത്ത എണ്ണയാണ്. നമുക്കിതിലേക്ക് ക്യൂബായി അരിഞ്ഞു വെച്ച സവാള, ക്യൂബായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, വേപ്പില, പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് പച്ച നിറം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിനാവശ്യമായ സോസ് ഒഴിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി പേസ്റ്റ് ഇല്ല എങ്കിൽ ഗ്രീൻ ചില്ലി പേസ്റ്റ് ആയാലും മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളകിയ ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ സോസും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കാം. നല്ലോണം യോജിപ്പിക്കണം.
ഇപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ സാധാ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഈ കാശ്മീരി മുളകിൻ്റെ പച്ച നിറം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഈ വറുത്ത് വെച്ച പോർക്കിൻ്റെ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും സോസ് എത്തണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ അല്ല, ഒരു പൊടിക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഉള്ളിത്തണ്ട് ഉണ്ടായിരുന്നു, അതുകൂടി ഞാനിവിടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഇതിവിടെ കറി ആയിട്ടുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വെളുത്ത എള്ളാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കി, വളരെ രുചികരമായ നമ്മുടെ ചില്ലി പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സ്വാദിഷ്ടമായ ചില്ലി പോർക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതൊരു സർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. താങ്ക് യു.